RLV രാമകൃഷ്ണനെതിരെയുള്ള വംശീയ അധിക്ഷേപത്തിൽ നിന്നും പിന്മാറില്ലെന്ന ഉറച്ച കലാമണ്ഡലം സത്യഭാമ. ആരെന്തു പറഞ്ഞാലും നിലപാടിൽ നിന്ന് പിന്മാറില്ലെന്നും സത്യഭാമയുടെ പ്രതികരണം. നിറമുള്ളവർ മോഹിനിയാട്ടത്തിൽ വന്നാൽ മാത്രമേ ആ കല കുറച്ചുകൂടി മനോഹരമാവുകയുള്ളൂ. നിറം തന്നെയാണ് മോഹിനിയാട്ടത്തിന്റെ അടിസ്ഥാനം എന്ന നിലപാടിലെന്നും പിന്മാറില്ലെന്നും സത്യഭാമ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. കറുത്ത നിറത്തിലുള്ള കുട്ടികൾ വന്നാൽ നൃത്തം അഭ്യസിപ്പിക്കും. പക്ഷേ അവരോട് മത്സരത്തിന് പോകേണ്ട എന്ന് നിർദ്ദേശിക്കും. കുറച്ച് നിറം കുറഞ്ഞവർ ആണെങ്കിൽ നല്ലതുപോലെ അണിയിച്ചൊരുക്കുന്ന മേക്കപ്പ് മാനെ പോയി കാണാനും ഉപദേശിക്കും. പറഞ്ഞതിൽ നിന്നും പിന്മാറുന്നില്ല. താൻ തന്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞതെന്നും സത്യഭാമയുടെ പ്രതികരണം. പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മേക്കപ്പ് ചെയ്ത് വൃത്തിയാക്കുന്ന കുറെ പയ്യന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ആ കുട്ടി നല്ലപോലെ കളിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പൊ ആ കുട്ടി കളിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, സൗന്ദര്യ മത്സരത്തിന് സൗന്ദര്യത്തിന് മോളെ ഒരു കോളമുണ്ട്, അതിനകത്ത് ഇന്ന ആളെ മേക്കപ്പിന് വിളിച്ചോ, മനസ്സിലായില്ലേ? അത് പൈസ കൂടുതലാണ്. അല്ല, സാധാരണക്കാരെ വിളിക്കുമ്പോൾ ഇത്തിരി സൗന്ദര്യമുള്ള ഒരു കുട്ടിയാണ് കളിക്കണമെങ്കിൽ അതിന്റെ രീതിയിൽ മേക്കപ്പ് ചെയ്യുന്നവരും ഉണ്ട്. നിറം കറുത്തവർ നൃത്തം അഭ്യസിക്കുന്നതിൽ തെറ്റില്ല. മത്സരത്തിന് പങ്കെടുക്കുമ്പോൾ നിറം ഒരു മാനദണ്ഡമാണ്. തട്ടേ കയറുമ്പോൾ നമ്മൾ ഒരു ഗുരു എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ. കുട്ടി അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷിച്ചു പോകും. കാശ് മേടിച്ചിട്ട് കാര്യം പറയും. അങ്ങനെയാണ്. ചോദ്യങ്ങൾക്ക് സത്യഭാമ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറി. നിങ്ങളുടെ വല്ലവരുടെയും ചെലവ് എനിക്കുണ്ടോ? നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് സംസാരം? നിങ്ങളെ മര്യാദയായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ഞാനൊരു സാരി സംസാരിച്ചു, ഞാൻ ഒരു വ്യക്തിയെ കുറിച്ചോ ഒരു ജാതി മതം ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ, മത്സരങ്ങളിൽ വിധികർത്താവായിരിക്കുന്ന സമയത്ത് പല കുട്ടികൾക്കും മാർക്ക് കൊടുക്കാൻ അധികാരികൾ സ്വാധീനിക്കാറുണ്ടായിരുന്നു. കലാമണ്ഡലം സത്യഭാമ പറയാതെ പറയുന്നു. ഒരു ലിസ്റ്റ് അങ്ങ് ആദ്യമേ തരും. അതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം. പിന്നെ ഒരു കറുത്തത് വീട് മതി. അത് ഞാൻ CCRTയുടെ മത്സരം ചെന്ന് അങ്ങോട്ട് ഇരിക്കുമ്പോൾ ഒരു ലിസ്റ്റിങ് തരും, ഇന്നവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ യഥാർത്ഥ കുട്ടിക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ അങ്ങോട്ട് കാണുമ്പോ പൊള്ളു എനിക്ക്. മനസ്സിലായ? അപ്പൊ നമ്മള് ഇത് ഉള്ളത് സംസാരിക്കുമ്പോ നിങ്ങൾക്കൊക്കെ എന്തെത്ര പ്രശ്നങ്ങൾ. അതേസമയം കലാമണ്ഡലം സത്യഭാമ നടത്തിയ വംശീയ അധിക്ഷേപത്തിൽ കലാ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള പ്രതിഷേധം ശക്തമാണ്. ജനം, തിരുവനന്തപുരം.